ഹായ് ജെഇ ആസ്പിറൻസ്. ജെഇ എക്സാം എഴുതി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു IIT എത്താൻ തന്നെയാണ്. IIT, NIT, IIIT ഇങ്ങനെ പല ചോയ്സുകളായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അതിൽ അഡ്വാൻസ് എക്സാം എഴുതി IIT ക്വാളിഫൈ ചെയ്യാം. മെയിൻസ് വഴിയുള്ള സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് NIT-ലേക്കും IIITസിലൊക്കെ ക്വാളിഫൈ ചെയ്യാനറിയാം. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും IIT പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ലൊരു എക്സ്പോഷർ കിട്ടും. ടെക്നിക്കൽ എക്സ്പോഷർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് IITസിൽ തന്നെയാണ് എന്ന് എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ പഠിച്ച് അതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണല്ലേ. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് ആനുവൽ CTC എത്ര നമുക്ക് കിട്ടും? ഈ CTC എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് LPA ഒരു ലാക്സ് പെർ എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് ശരിക്കും നമുക്കൊരു വർഷം സാലറി ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. മെയിൻലി നിങ്ങൾ ഒരു നല്ലൊരു IIT NIT പോയി പഠിച്ച് കൂടുതൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ആയി നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്ന് നല്ലൊരു പാക്കേജിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. പക്ഷെ എന്നാൽ പോലും ഇപ്പം JEE എഴുതുന്നവരൊക്കെ കൂടുതലായിട്ടും എവിടെയാണ് പ്ലേസ്മെൻറ്റ്സ് കൂടുതൽ, എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഏതൊരു റേഞ്ചിലാണ്, അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന മുമ്പ് അതും കൂടെ അറിഞ്ഞിരുന്നാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IIT ബോംബെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള IIT ആണ് IIT ബോംബെ. ഇപ്പോൾ IIT ബോംബെയിലെ 23-24 പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിക്സ് അനലൈസ് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആനുവൽ പാക്കേജ് ആയിട്ട് 23-24 ശരിക്കും വന്നിട്ടുള്ളത് ആവറേജ് വാല്യൂ ആണ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 23 LPA ആണ്. എന്നാൽ അത് മാത്രമല്ല, ഹയസ്റ്റ് പാക്കേജ് പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1 crore മുകളിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ജോബ് ഓഫറുകളുടെ എണ്ണമായിട്ട് അവർ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് 22 ആണ്. ഇപ്പം ആനുവൽ LPA ആയിട്ട് അല്ലെങ്കിൽ പാക്കേജ് ആയിട്ട് 1 crore above വന്നിട്ടുള്ളത് 22 പേർക്കാണ് ശരിക്കും അവിടെ 1 crore above പാക്കേജ് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ മീഡിയൻ ആവറേജ് നമ്മൾ 23 LPയിൽ നിൽക്കുന്നുണ്ടെങ്കിലും 1 crore above പാക്കേജ് വന്ന് ഒരുപാട് കമ്പനികൾ വന്ന് 22 പേരോളം റിക്രൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ബോംബെയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത് ബ്രാഞ്ച് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു IIT എന്ന് പറയുമ്പം എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണെങ്കിൽ പോലും അവിടെ പല കോഴ്സുകളും അവർ വേരിയൻസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം UG കഴിഞ്ഞവർക്കാണെങ്കിൽ MTech കോഴ്സുകളുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലെ +2 കഴിഞ്ഞവർക്ക് BTech കോഴ്സുകളുണ്ട്. സിമിലർലി ഡ്യുവൽ ഡിഗ്രി BTech + MTech പ്രോഗ്രാമുകളുണ്ട്. ബാച്ചിലേഴ്സ് ഇൻ സയൻസ് പ്രോഗ്രാമുകളുണ്ട്. BS പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ തന്നെ അനലിറ്റിക്കൽ കോഴ്സുകൾ, മീൻസ് ഈ പറഞ്ഞ ഫിനാൻസ് ബേസ്ഡ് കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ സാധാരണ പ്ലേസ്മെൻറ്റ്സ് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് നടന്ന വൺ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് BTech ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IIT ബിയിൽ 930 ഓഫ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം 683 ആൾക്കാർക്കും പ്ലേസ്മെൻറ്റ് കിട്ടി എന്ന ഒരു സ്റ്റാറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു 16 തൊട്ട് ഒരു 24 അനാലിസിസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ വന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എടുക്കുന്ന റിക്രൂട്ടിംഗ് കമ്പനികളുടെ എണ്ണം ഭയങ്കരമായി കൂടുകയാണ്. ശരിക്കും പറഞ്ഞാൽ 294 2016 ഇരുന്നെങ്കിൽ ഇപ്പോൾ 2024 എത്തി വന്നപ്പോൾ അത് ഒരു 364 കമ്പനീസാണ് നമ്മുടെ കുട്ടികളെ വന്ന് റിക്രൂട്ട് ചെയ്ത് പോകുന്ന ഒരു സിംഗിൾ IITയിൽ നിന്നും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റാണ്. പിന്നെ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ IIT ബിയിൽ പ്ലേസ്മെൻറ്റ്സ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ CSN എഞ്ചിനീയറിംഗിൽ ശരിക്കും ഒരു 275 കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 230 ഓഫ് കാൻഡിഡേറ്റ്സ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ നോക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ 319 രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ 232 പ്ലേസ്മെൻറ്റ്സ് ഇലക്ട്രിക്കൽ ഉണ്ടായിട്ടുണ്ട്. മെക്കാനിക്കലിലേക്ക് വന്നപ്പം 229 പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ബയോമെഡിക്കലിലേക്ക് വന്നപ്പം മൊത്തം 21 സീറ്റ്സ് ആണ് ഉള്ളത്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ 12 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പം പല എഞ്ചിനീയറിംഗ് കോർ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ അല്ലാത്ത ബ്രാഞ്ചുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും അവിടെ പ്രോപ്പറായിട്ട് IIT ബോംബെയിൽ പ്ലേസ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് മാത്രമല്ല, അവിടെ ഇപ്പം സിസ്റ്റംസ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലാതെ എക്കണോമിക്സ് ഉണ്ട്, കെമിസ്ട്രിയിലുണ്ട്. കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ബ്രാഞ്ചുകളായിട്ടൊക്കെ അവിടെ പ്ലേസ്മെൻറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് IIT ബിയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech പഠിച്ചാൽ മാത്രമേ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടൊരു കോഴ്സ് എടുത്തു എന്ന് വിചാരിക്കാം. അവിടെ 97 പേർക്കാണ് ശരിക്കും സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ 36 കമ്പനികളാണ് R&D
ഡിയിൽ മാത്രം റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി മാത്രം ഫോക്കസ് ചെയ്യാതെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് റിസർച്ച് ഫീൽഡിലേക്ക് പോകണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെൻറ്റ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫിനാൻസ് എടുത്തു, ഫിനാൻസ് അനലിറ്റിക്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്. ഇപ്പോൾ ഫിനാൻസ് ആണെന്ന് നോക്കിയാൽ ഫിനാൻസിൽ 113ഓളം സെലക്ഷൻസ് ആണ് ശരിക്കും IIT-Bയിൽ 23-24 വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണെങ്കിൽ പോലും ബാക്കിയുള്ള സെഗ്മെൻറ്റുകളിലും IT ആൻഡ് സോഫ്റ്റ്വെയറും കൺസൾട്ടിങ് ഈസ് ഓൾസോ നൈസ്, കൺസൾട്ടിങ്, ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പല സെക്ടറുകളിൽ ശരിക്കും IIT-Bയിൽ പ്ലേസ്മെൻറ്റ്സ് നമുക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കും. സിമിലർലി നമുക്കിനിയിപ്പം IIT മദ്രാസിൻ്റെ ഒരു ചെറിയ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ IIT മദ്രാസിലും ഇതേപോലെ തന്നെ നമുക്ക് CTCയിലുള്ള വേരിയേഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. അതായത് IIT മദ്രാസിൽ ഏറ്റവും കൂടുതൽ ഒരു ആവറേജ് LPA എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 to 20 ആണ് ശരിക്കും ഒരു 23-24 സമയത്ത് വന്നിട്ടുള്ളത്. ഏകദേശം 312ഓളം ഓഫേഴ്സാണ് ഈ 15 to 20 LPയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് 15 to 20 LPA ആണ്. എന്നാൽ പോലും അവിടെ ശ്രദ്ധിക്കേണ്ടത് 30 LPAക്ക് മുകളിൽ IIT മദ്രാസിൽ ഏകദേശം 172 സെലക്ഷൻസ് ആണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. IIT ബോംബെ പോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ഭയങ്കരമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. കോർ ബ്രാഞ്ചസ് എന്ന് പറയും. കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് കാണത്തുള്ളത്. ഏകദേശം 27% പ്ലേസ്മെൻറ്റ്സും കോർ ബ്രാഞ്ചസിലാണ്. അത് കഴിഞ്ഞാൽ കൺസൾട്ടിങ്ങിലുണ്ട്, അനലിറ്റിക്സിലുണ്ട്, സോഫ്റ്റ്വെയറിലുണ്ട്, R&Dയിലുണ്ട്. നിങ്ങൾ എന്താണോ ബിയിൽ കണ്ടത് അതേപോലെയാണ് എമ്മിലും അല്ലെങ്കിൽ IIT ബോംബെയിൽ കണ്ടതുപോലെ തന്നെയാണ് IIT മദ്രാസിലും ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും. അപ്പം ബിടെക്കിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കോർ ബ്രാഞ്ചസിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് പല സെഗ്മെൻറ്റുകളിലേക്കും മാറാൻ പറ്റും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് IITസിലുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം CTC എന്ന് പറയുന്നതും ക്രോർസിന് എബോവ് പോയിട്ടുണ്ട്. പിന്നെ സെക്ടർ വൈസ് ഡിമാൻഡ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് അവരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്ടർ വൈസ് ഡിമാൻഡിൽ അവിടെ ഏറ്റവും കൂടുതൽ സെക്ടറിൽ ഏത് സെക്ടറിലാണ് UG പ്രോഗ്രാമുകളിൽ ഏറ്റവും ഡിമാൻഡ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ആക്ച്വലി അനലിറ്റിക്സിൽ തന്നെയാണ്. പിന്നെയാണ് IT വരുന്നതും, പിന്നെയാണ് കൺസൾട്ടിങ്, R&D, അനലിറ്റിക്സ് മാത്രമല്ല കോർ ബ്രാഞ്ച്, നമ്മുടെ എഞ്ചിനീയറിംഗ് ടെക്നോളജി കോർ ബ്രാഞ്ചിലുമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത്. ഫിനാൻസ്, സോഫ്റ്റ്വെയർ, FMCG, ഇങ്ങനെ പല സെഗ്മെൻറ്റിലും വന്നിട്ടുണ്ട്. അതും നല്ലതാണ്. ഇനി UGയുടെ മാത്രം അണ്ടർ ഗ്രാജുവേറ്റ്സിന് മാത്രമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ CTC IIT മദ്രാസിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സെലക്ഷൻസ് ഉണ്ടായിട്ടുള്ളത് 10 to 15 LPAക്ക് ഇടയിലാണ്. ഏകദേശം 214 സെലക്ഷൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 30 LPAക്ക് മുകളിലേക്ക് വന്നപ്പോൾ അതൊരു 200-ന് മുകളിൽ പോയതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. IITസിൽ മാത്രമല്ല NITസിലും ഇതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒരുപാട് കമ്പനികൾ വന്ന് റിക്രൂട്ട് ചെയ്ത് NITസിനെ ചൂസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം NIT കാലിക്കറ്റിൻ്റെ ഒരു ഇതെടുത്താൽ തന്നെ NIT കാലിക്കറ്റിലും വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം UG കോഴ്സാണ് നിങ്ങൾ NIT കാലിക്കറ്റിൽ നോക്കുന്നതെങ്കിൽ അവിടെ ബയോടെക്നോളജി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, EC ഉണ്ട്. ഇത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് കോഴ്സ് വിച്ച് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇത്രയും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളാണ് ശരിക്കും അവിടെ ഓഫർ ചെയ്യുന്നത്. അവർ ലാസ്റ്റ് ഇയർ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് 202ഓളം കമ്പനികളാണ് NIT കാലിക്കറ്റിൽ വന്നിട്ട് പ്ലേസ്മെൻറ്റിന് വന്നത്. അവിടെ നമ്പർ ഓഫ് പ്ലേസ്മെൻറ്റ്സിൽ മാക്സിമം സാലറി 751ഓളം പ്ലേസ്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. UG എന്ന് പറഞ്ഞ BTech കോഴ്സുകളിൽ ഈ 751 പ്ലേസ്മെൻറ്റ്സിൽ ഏറ്റവും മാക്സിമം സാലറി ഓഫ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് 47 ലക്ഷമാണ്. 47 lakhs per annum ആണ്. ആവറേജ് സാലറി റേഞ്ച് ചെയ്യുന്നത് 14.34 ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളൊരു കൂടുതലെന്ന് ഉദ്ദേശിച്ചത് ഒരു ഏകദേശം ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 14.34 LPA തന്നെയാണ്. അതുകൂടെ തന്നെ ഇൻറ്റേൺഷിപ്സും ഓഫർ ചെയ്യുന്നുണ്ട് NIT കാലിക്കറ്റ്. ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് റിക്രൂട്ടേഴ്സ് എന്ന് അവർ പറയുന്നത് മെയിൻലി ഗൂഗിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, ഡെലോയിറ്റ് ഉണ്ട്, NVIDIA വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം നമ്മുടെ NIT കാലിക്കറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോംബെ മദ്രാസിലെ ഒരു അനാലിസിസ് കണ്ടു. സിമിലർലി NIT കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അനാലിസിസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ IIT കോട്ടയം ഉണ്ട്. അപ്പോൾ നമ്മൾ പല സെഗ്മെൻറ്റ്സും നോക്കണമല്ലോ. അപ്പോൾ അതിലൊന്നാണ് IIT കോട്ടയം. സോ IIT കോട്ടയത്തിലും അവരുടെ ആനുവൽ CTC എന്ന് പറയുന്നത് ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ഹയസ്റ്റ് 2021 ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ 2021 ടൈമിൽ അവരുടെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 36 LPA ആയിരുന്നു. അതിൽ നിന്നും 2022 വന്നപ്പോൾ അത് 58.93 LPA ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന കാര്യം പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ശരിക്കും പറഞ്ഞാൽ വരുന്ന കമ്പനികളുടെയും ഓഫർ ചെയ്യുന്ന പാക്കേജിലും
ചെറിയ നേരിയ തോതിൽ റൈസ് കാണുന്നുണ്ട്. ചില അവസരങ്ങളിൽ ആവറേജ് പാക്കേജ് കുറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ദർ ഇസ് എ പോസിറ്റീവ് ഇൻക്രീസ് നമുക്ക് പറയാം. ആവറേജ് LPA IIIT കോട്ടയത്തിലേക്ക് വന്നപ്പോൾ 22-23 സമയത്ത് ഏകദേശം ഒരു 14.32 ആയിരുന്നു. NIT കാലിക്കറ്റിലെ പോലെയൊക്കെ തന്നെയാണ് ആവറേജ് LPA വന്നിട്ടുള്ളത്. ആ സമയത്ത് ഹയസ്റ്റ് പാക്കേജ് NIT കാലിക്കറ്റിനേക്കാളും കൂടുതലായിരുന്നു. 58 ആണ് IIIT കോട്ടയത്ത് വന്നത്. അവിടെ ഓഫേഴ്സ് ഈ പറഞ്ഞ പോലെ 144 ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ടോപ്പ് റിക്രൂട്ടിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് ആമസോൺ, IBM, ബോഷ്, നിസാൻ, TCS, ഇൻഫോസിസ്, എൻവിഡിയ, കോഗ്നിസെന്റ്, ഡിലോയിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് HP പോലെയുള്ള കുറേ കമ്പനീസും എന്ത് ചെയ്യാറുണ്ട്, IIIT കോട്ടയവുമായിട്ടും കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പം മെയിൻലി ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻജിനീയറിംഗ് പഠിച്ചിറങ്ങിയതിന് ശേഷം ചിന്തിക്കുന്നതാണെന്നായിരിക്കും പലരും വിശ്വസിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയും ഒരു ഫീൽഡോ, എൻ്റെ ഫീൽഡ് ഇതാണ്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനാണ് താല്പര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് അനാലിറ്റിക്സ് ആ ഒരു റേഞ്ചിലേക്ക്, ഫിനാൻഷ്യൽ അനാലിസിസും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ട് ശരിക്കും. ഇപ്പോൾ അനാലിറ്റിക്സ്, ഫിനാൻഷ്യൽ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സ്കോപ്പുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡിഫറൻറ്റ്, ഇപ്പോൾ കോർ ബ്രാഞ്ച് മാത്രം ഫോക്കസ് ചെയ്യാതെ പല ടൈപ്പ് ഓഫ് ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾ ഈ പ്ലേസ്മെൻറ്റ് റെക്കോർഡുകൾ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ എനിക്ക് IIT ബോംബെ എന്ന് പറയുന്നത് എൻ്റെ വിദൂര സ്വപ്നമാണ്. എൻ്റെ ഒരു റാങ്കോ ചിലപ്പോൾ എനിക്ക് അവിടെ കിട്ടണമെന്നില്ല. പക്ഷേ IIT ബോംബെയിൽ ചിലപ്പോൾ എനിക്ക് കോർ ബ്രാഞ്ചിലായിരിക്കും എനിക്ക് അവിടെ കിട്ടാത്തത്. ചിലപ്പോൾ എനിക്ക് റിസർച്ചിൽ ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ അതിൽ അവിടെ ഓഫർ ചെയ്യുന്നത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്കത് ചൂസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനും അനാലിസിസും നിങ്ങൾക്ക് ഈ പ്ലേസ്മെൻറ്റ് ഡാറ്റയിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പം നമ്മളിപ്പം സംസാരിച്ചത് NIT കാലിക്കറ്റ്, IIIT കോട്ടയം, പിന്നെ IITസിൻ്റെയും കാര്യമാണ്. ബാക്കി IITസിലും ഈ ഒരു റേഞ്ചിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക. നിങ്ങൾ കൂടുതലായിട്ടൊരു പർട്ടിക്കുലർ സ്ട്രീം ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ ഇത് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഇങ്ങനെ പ്ലേസ്മെൻറ്റ് ബ്രോഷർ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് റെക്കോർഡ് ഇൻ ദ ഇയർ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ ഇനിയും കാണാം. ഓൾ ദി ബെസ്റ്റ്.